ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു മോർണിംഗ് വ്ളോഗ് കണ്ടാലോ. ഇന്ന് സ്കൂളുകൾക്കൊക്കെ ലീവാണ് കേട്ടോ, പൊങ്കലായതുകൊണ്ട്. അപ്പോൾ എന്നും പള്ളിയിൽ പോണ പോലെ തന്നെ ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ പോയി തിരിച്ച് വന്നപ്പോൾ നമ്മളിതാ കിളികൾക്കൊക്കെ തീറ്റിയിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. ദിവസം ഒന്നരാടാണ് തീറ്റിയിട്ട് കൊടുക്കുക. ഇത് ഞങ്ങളുടെ വീട്ടിൽ കുറച്ചധികം ഡയമണ്ട് ഹൗസാണ്. അപ്പോൾ ഇവർക്ക് തീറ്റിയിട്ട് കൊടുക്കുമ്പോൾ ഈ ബ്രൗൺ പ്രാവിന് നല്ല പേടിയാണ്. നമ്മൾ അടുത്തുനിന്ന് മാറിക്കഴിഞ്ഞാൽ മാത്രമേ തീറ്റ കഴിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ നല്ല സൺലൈറ്റും ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ ഇവർ കഴിക്കണതൊക്കെ കാണാനായിട്ട്. ഞാനിങ്ങനെ കഴിക്കണതൊക്കെ ഇങ്ങനെ കുറേ നേരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കഴിക്കുമ്പോൾ ഒരു സൗണ്ടും ഉണ്ട്, അതും നല്ല രസമായിരുന്നു കാണാനും കേൾക്കാനൊക്കെ ആയിട്ട്. പിന്നെ മുകളിൽ നോക്കുന്നുള്ളത് 3 പേരും കൂടി തല്ലുകൂടണം, എന്തോ വലിയ പ്രശ്നമെന്നാണ് തോന്നുന്നത്. എല്ലാവരും കൂടി പിന്നെ തീറ്റ കഴിക്കുമ്പോൾ അവർ ഒറ്റയ്ക്ക് ഇങ്ങനെ തല്ലുകൂടണം എന്തോ പ്രശ്നമാണല്ലോ. പിന്നെ എന്താ പുറത്തൊക്കെ പോയി ഞങ്ങൾ ജിങ്കുവിൻ്റെ ഒപ്പം കളിക്കുമായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളെ വീട്ടിലെ സൺകുണൂറാണ്. നിങ്ങളതിനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളെ വീട്ടിൽ കളിക്കുന്ന പേരാണ് ജിങ്കു. പിന്നെ തലയാട്ടി ഇത് നമ്മളിങ്ങനെ കൈയൊക്കെ അടിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴൊക്കെ തലയാട്ടണം കേട്ടോ, ഡാൻസ് കളിക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവൻ്റെ അപ്പം ഞാൻ കുറച്ച് നേരം നിന്നു. ഫോൺ കണ്ടിട്ടുള്ള പേടിയാണ് കേട്ടോ ആൾക്ക്. പിന്നെ തൊട്ട് താഴത്ത് നമ്മൾ ത്രേസിക്കുട്ടി ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ വീട്ടിലെ പേർഷ്യൻ ക്യാറ്റാണ്. ഇവളുടെ അടുത്ത് കുറച്ച് നേരം നിന്നപ്പോഴാണ് ഞാൻ ഉള്ളിൽ പോയിട്ട് നമ്മുടെ ഫ്ലവർ ഹോണിനോട് കുറച്ച് നേരം കളിച്ച് നമ്മൾ കൈ ആക്കുന്നതിനനുസരിച്ച് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. ഇന്ന് ഞങ്ങൾ വീട്ടിൽ കളിക്കുന്നത് തൊമ്മൻ എന്നാണ്, ഫ്ലവർ ഹോണാണ് കേട്ടോ അതിൻ്റെ ബ്രീഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പൊട്ടാറ്റോ ഒക്കെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ പുറത്ത് പോയപ്പോൾ പൂക്ക് നല്ല പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചാനലിലുണ്ടല്ലോ ഒരു ക്രാഫ്റ്റിൻ്റെ വ്ളോഗ് വരുന്നുണ്ട്, അപ്പോൾ അത് എന്താണെന്ന് ഗസ് ചെയ്യുക. പിന്നെ അതെന്തായാലും കാണാം. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.